ഷോ ഈ കുപ്പി തുറക്കാനും പറ്റില്ലല്ലോ. ഈ സാധനം ചുമന്ന് ഞാൻ എങ്ങടെ പോണേന്നറിയോ? പഠിക്കാൻ. അമ്മ ഉള്ളതുകൊണ്ട് മടി പിടിച്ചിരിക്കാൻ പറ്റൂല. വരൂ ഗൈസ്, നമുക്ക് പോയി സമാധാനമായിട്ട് പഠിച്ചിട്ട് വരാം. കറണ്ട് പോയായിരുന്നു, ഞങ്ങൾ പഠിക്കാണ്ടിരിക്കുകയായിരുന്നു. ഈ അമ്മ വന്ന സൗകര്യം തരൂലല്ലോ ദൈവമേ. അമ്മ ആണെങ്കിലോ എന്നെ പഠിപ്പിക്കാൻ വന്നിട്ട് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കണേ. ബുക്ക് വായിക്കാനാണെങ്കിലോ അതും ചെയ്യൂല. 5 മിനിറ്റ് വായിച്ചിട്ട് ഇട്ടോട്ടും. അമ്മയ്ക്കാണെങ്കിൽ നീൽസ്വരത്തുനിന്ന് വന്നിട്ട് ഒരു പണി എടുക്കണ്ട. പാവം ഉണ്ടാച്ച അമ്മ എല്ലാ പണിയും ചെയ്യണമല്ലോ. അവിടെ ഒരു വീട് കണ്ടോ? ആ വീട്ടില് ചേച്ചി പഠിക്കണ്ടേ. സൂര്യ ചേച്ചിയുടെ അനിയത്തിരുന്ന് പഠിക്കുകയാണ്. സൂര്യ ചേച്ചി എന്ന് പറഞ്ഞിട്ട് നീട്ടി വിളിച്ചു സൂര്യ ചേച്ചി കേൾക്കാൻ പറ്റും. അവിടെ കണ്ട് സൂര്യ ചേച്ചിയുടെ കാണാനല്ല. പനി പിടിച്ച രാത്രിയാണല്ലേ കുഞ്ഞ്. എനിക്ക് സൗണ്ട് ഒന്നുമില്ല. എന്താണ് നമ്മൾ പഠിക്കാൻ പോണേ? മേടക്കാറ്റ് ആബിരി കുട്ടിയുടെ അടുത്ത് കിടത്തിയിട്ട് പോയ പട്ടൂസ്. പട്ടൂസ് എന്ന് പറഞ്ഞാൽ ആരാണ്? പട്ടം രാവിലെ ആയി കഴിഞ്ഞപ്പോ കണ്ണ് തുറന്നു. എന്നിട്ട് പിറ്റേ ദിവസം അമ്പിളി അമ്മാവന് എന്ത് കത്തായിരിക്കും പട്ടൂസ് എഴുതണമെന്നാണ് ക്വസ്റ്റ്യൻ. എന്താ എഴുതാൻ പറ്റും കണ്ണന്? എന്തായിരിക്കും? ഒരു ലെറ്റർ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്രിയപ്പെട്ട അമ്പിളി അമ്മാവന്. ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ. ലെറ്റർ ഫസ്റ്റ് ഫോൺ ചെയ്യുമ്പോ അമ്മേനോട് എന്താ ചോദിക്കുന്നേ? അമ്മ എന്തെടുക്കുകയാണ്? അത്ര ഒഫീഷ്യലായിട്ട് ചോദിക്കാറുണ്ട്. എന്താ എടുക്കാണ്ടിരുന്നേ? ഇത്ര നേരം എവിടെയായിരുന്നു? വല്ല പിള്ളേരും പുറകെ പോയാ അല്ലേ? അങ്ങനെയല്ലേ ചോദിക്കാറ്? ശരിക്കും ഇല്ല കണ്ണേ. കുളിച്ചിട്ടാണോ ഈ ഭസ്മൊക്കെ തൊട്ടത്? അതാണ് ഞങ്ങളുടെ ഇത് ഇങ്ങോട്ട് പോകുമ്പോ ഇത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഞങ്ങളുടെ തലേന്റെ മേലിൽ കൂടെ പോണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഒന്നെങ്കിൽ ആ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് പോകുമ്പോ ഇവിടെ കൂടെ പോണം. നല്ല ഞങ്ങളുടെ തലയോട്ട് ഇരിക്കുള്ളൂ. പ്രിയപ്പെട്ട അമ്പിളി അമ്മാവന്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? സുഖമാണ്. എന്നെ ഉറക്കി കിടത്തിയിട്ട് അമ്മ വീണ്ടും ബുക്ക് വായിക്കാൻ പോയി. അപ്പൊ ഇത്രയുള്ളൂ. ബൈ.